ഷാൾ ഉണ്ടാക്കുന്നുണ്ടോ? ഹാൻഡ് മെയ്ഡ് ഷാൾ ഉണ്ടാ. ഈ ഷോപ്പിൽ ഫുള്ള് അങ്ങനത്തെ ക്രോഷറ്റ് വർക്കുകൾ ഇതൊക്കെ. നല്ല എക്സ്പെൻസ് ആയതുകൊണ്ട് ഞങ്ങൾ 2 കോഫി 40 റുപ്യക്ക് പറഞ്ഞു. പിന്നെ ഇതേപോലെ ചിപ്സ് ഉണ്ടാക്കി 2.80. ഞങ്ങൾ നേരെ കാറിലോട്ട് പോകണം. ഇനി വേറെ സൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് പോകണം? ഞങ്ങൾ ബായ് ഇതാ തിരുമ്പ തോന്നുന്നുണ്ട്. പാവാണ്. എന്തുണ്ടായാലും ചിരിക്കും. ഇനിയിപ്പോൾ അതിനോട് ആരും ദേഷ്യപ്പെട്ടാലും ചിരിക്കും. ചിരി ഉണ്ട്, ചിരി തന്നെ 24 മണിക്കൂർ ചിരിയാ. നോക്കിക്കട്ടെ, അപ്പം അടുത്തെത്തി കഴിഞ്ഞാലും ഉണ്ടാവും ഒരു ചിരി. അതാ ചിരിക്കാൻ. ഒരു ദിവസത്തെ ബഡീസ് 2 ബഡീസ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ അടുത്ത പോയിന്റ്. ഇത് ജാന വാട്ടർഫോൾസ്. പ്രാവശ്യം വെള്ളം കുറവാണ്. സാധാരണ നല്ല വെള്ളം ഉണ്ടാവലുണ്ട്, പക്ഷെ പ്രാവശ്യം കുറവാണ്. ചിക്കനൊക്കെ ഇത് ഉണ്ടാക്കിക്കല്ല, ഇവിടെ മരത്തിലത്തെ ഒരു കായ പോലെ. അതന്നെ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുക ചെയ്ത പോലെ. ഇതാ മറ്റേ ഈ സ്ക്യൂറൽസ് ഒക്കെ കാണാതെ ഓടുന്നത്. അവിടെ കയ്യൊക്കെ തണുത്തിട്ട് എൻ്റെ ആദ്യമായിട്ടാണ് ഒരു മീൻ പൊരിച്ചത് കാണുന്നത്. സത്യം പറയല ആദ്യമായിട്ടാണ്. ആയില്ല ആദ്യമായിട്ടാണ് കാണുന്നത് മീൻ. എവിടെ ഇതാ ഞാൻ അടുത്ത വെള്ളച്ചാട്ടം. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് വേണം. അപ്പുറത്തും ഉണ്ട് വേറൊരു വെള്ളച്ചാട്ടം. ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രക്കിംഗ് പോയിന്റ് ആണ് കേട്ടോ. കുറേ ഇംഗ്ലീഷുകാർ ട്രക്ക് ചെയ്തിട്ട് അവരവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ട്രക്കിംഗ് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളെ ടീമിനെ കൊണ്ടുവരണം. ജാന വാട്ടർഫോൾസ്. जादू तेरी नजर, खुशबू तेरा बदन, जादू. ിന്റെ മാഗി ഉണ്ട് ഇവിടെ. മാഗി വാങ്ങിയാലും മാഗി തന്നെ രണ്ടിനും പോകുന്നത്. ഞാൻ വന്നിട്ട് മാഗിയാണ് തിന്നത്. അതിനടുത്ത് മാഗിയുടെ ടേസ്റ്റ് ഉണ്ട്. അവർ രണ്ടുപേരും മേലക്ക് വലിയ കാട്ടിൽ ഇവിടുന്ന് ഇങ്ങനെ കയറിയതാ. നോക്കുമ്പോൾ ഇനി ഇറങ്ങി വരാൻ വയ്യ, അവിടെ ഇരിക്കേ. അതാ കണ്ടാ അവര് മേലേക്ക് കയറാൻ പോകുന്നത്. ഞങ്ങള് അവിടെ പോയിട്ട് ചിക്കൻ വീണ്ടുണ്ടാവും. ഞാൻ ധാര കഴിച്ചപ്പോ പറഞ്ഞെന്താ ധാരവാ അവിടുത്തെ രാജ്യത്തെ വലിയ ആളാണ്. ആരാ പറഞ്ഞേ? ഞാൻ പറയാ. അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ എടുക്കില്ലല്ലോ. അല്ലാണ്ട് മരിച്ച ആളായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കും. മരിച്ച ആളായിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞെടുക്കേ? അതറിയാം. മരിച്ച സ്ഥലങ്ങളിലും മരിച്ചതിനെ തോണ്ടെടുത്തിട്ട് തോണ്ടെടുത്തുണ്ട്. ആ ഫുഡ് ഏതാന്ന് ചോദിക്കട അവനോട്. നേരത്തെ കണ്ടല്ലേ ചോദിക്കാം. ഞങ്ങളോട് ഓർഡർ ആക്കട്ടെ എന്തെങ്കിലുമൊക്കെ. അമ്മ എന്തുണ്ടെന്ന് ഇവിടെ? സൂക്ഷിക്കാന്ന് പറഞ്ഞ സൂഷി അത്രേ. ചെങ്ങായി കൂടെ പോയപ്പോ പറയുന്നത് ഇവിടെ മക്കളൊക്കെ രാജിമാനെ കൊടുക്കരുത്. ഇവിടെ മോനെ രാജ്മ പോയി. രാജ്മല്ല, രാജ്മ. വിശന്നിട്ട് പ്രാന്തയിക്കണതിന്. കറി. അതെന്താ പറഞ്ഞു? കരിന്ന് കരി. അത് കരി എത്രത്? ഞാൻ അങ്ങനെയൊക്കെ വായിക്കും. ജഗരി കോൺ പിസ്സ. മാഗി ഉണ്ട് കേട്ടോ. മാഗി
ഏ? പിന്നെ രാജിമാറാ രാജ്മ എത്ര? രാജ്മ റൈസ്, ദേശി ഗീ റൈസ്, ചട്നി, ലോക്കൽ അച്ചാർ ആൻഡ് കറി. ലോക്കൽ അച്ചാറോ? ഞങ്ങൾ ഓർഡർ ആക്കട്ടെ ഗൈസ്. സ്വീറ്റ് ആണ് തരാ സാധനം. പക്ഷെ ഒക്കെ അത് എനിക്ക് മനസ്സിലായി. എന്താ ഓ മൈ ഗോഡ്, നല്ല എന്തോ വേറെ എന്തോ ചട്നിയിൽ മുക്കി കഴിക്കുന്നതാണ്. പപ്പൻ എടുത്തിട്ട് ഇതേക്ക് വെച്ച് ആക്കാനാണ് പറഞ്ഞത് തോന്നുന്നു. നമ്മ നോക്കാം. നിക്ക് അപ്പഴാക്കല്ലേ, കുറച്ച് മിക്സ് ഒക്കെ ആയിട്ടാ ടേസ്റ്റ് നോക്ക്. ഇജ്ജ് ടേസ്റ്റ് നോക്കണ, ഞാൻ മിക്സ് ആക്കുക. അപ്പൊ മധുരം ഇതെന്താ സാധനം? സീറ്റാണെന്ന് പറഞ്ഞല്ലോ. ശർക്കര എന്നിട്ടേന്ന് തോന്നുന്നുണ്ട്. അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതിൽ നിന്നൊരു കഷ്ണം പൊട്ടിക്കാൻ എന്നിട്ട് മുക്കി തിന്നു. തിന്ന് 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 തിന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞെടുക്കുന്നു വെച്ചു. ഇത് കുറച്ച് മുക്കിയാതി. കാട്ടു നോക്ക്, എന്താ മാത്രം വേണ്ട. ഇറക്കണം കേട്ടോ, തുപ്പാൻ പാടില്ല, മോശം. ഇവരെ ട്രഡീഷണൽ ഭക്ഷണം. നല്ലൊരു ഐഡിയ പറഞ്ഞിട്ട് അത് മാത്രമേ തിന്നുമ്പോൾ ടേസ്റ്റ് ഉള്ളൂ. ഇനി അടുത്തത് അവര് കൂടി വരണ്ടേ. അടുത്തത് ഇതും കുറച്ച് മിക്സ് ആക്കാം. ആദ്യം ഇത് തിന്നോക്കട്ടെ ഇതിന് ടേസ്റ്റ്. എന്താണത്? ചെടി എടുത്തരച്ചിക്ക്, ചെടി എടുത്തരച്ചിക്ക്. ഇതിലത്തെ ഈ സാധനം കുടിച്ചോക്ക് കുടിച്ചോക്ക്. എന്നിട്ട് ഇത് എന്തിക്കാണ്? എന്തിനും കൂട്ടി കഴിക്കണം. എന്തി കൂട്ടാനാ പറഞ്ഞത്? വേണ്ടമ്മ കുടിച്ചോക്കെ. എന്റെ വല്യപ്പാൻ്റെ ഒരു സാധനം എപ്പോഴും പറഞ്ഞ സാധനം കണ്ടത്. അത് ഞാനീ ചോർന്നുണ്ട്. കുഞ്ഞി ഈ സാധനം എന്താ? എന്താണിത്? ചാണകേ? അല്ലാ, എന്താണിത്? അച്ചാർ തിന്നട്ടെ. അച്ചാർ എന്തെങ്ങനെ വെച്ച് പോണ്ടിരുന്നു. ഇപ്പൊ ഈ സാധനങ്ങൾ ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. ഇതെന്താണ്? പായസേ? പോയേ വിശക്കുന്നു. ഇതുണ്ട് ടേസ്റ്റ്. ഇത് തിന്നല എനിക്ക് വേണ്ടേ? പപ്പ വരട്ടെ. പപ്പനെ കാണിക്കണ്ടെങ്കിൽ നമുക്ക് വീടായിട്ടെടുക്കാം. മറന്ന് ടീസ്പൂണിൽ നിന്നാ സ്റ്റാൻഡേർഡിൽ നിന്നാ മറന്നു. എനിക്കില്ല ആ സ്റ്റാൻഡേർഡ്. എനിക്ക് തന്നില്ല. കൂടി കൊടുക്കാൻ വേണ്ടി അതിങ്ങനെ മിക്സ് ആക്കണം. ഓക്കെ, ട്രഡീഷണൽ ലുക്ക്. നമ്മൾ ഓക്കാനിക്കൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, പറഞ്ഞുതരാം. ഇതിങ്ങനെ വാഴക്ക് വെക്കണം. അങ്ങനെ വായിക്ക് വെക്കണം. നോക്ക്. അതെ, അവര് ദൈവം പോലെ കാണുന്ന ഫുഡാട്ടത്. മുഖത്തിൽ നിന്ന് അവര് നന്നായി എക്സ്പ്രഷൻ നോക്കുന്നുണ്ട് നമ്മളെ. ഇതിന്റെ രീതി
ഫസ്റ്റ് അല്ലെങ്കിൽ ഇത് ദഹിക്കില്ല അവര് ആ പറഞ്ഞെന്ന്. ചങ്ങാതിക്ക് പറഞ്ഞെന്ന് ഇക്ക പറഞ്ഞാലൊക്കെ മനസ്സിലാവും. ആ കുറച്ചുകൂടി വെച്ചെടുത്തോ. അല്ല ഇത് വേറെ അന്നാ എനിക്ക് ഫുഡ് ഒന്നും ശരിയാവൂല കേട്ടോ. ഇത് കഴിച്ചേണ്ട ഇത് ഇവരെ ഇത് തുടക്കട്ടെ ബാക്കി ഫുള്ളാക്കണം. അത് കംപ്ലീറ്റ് ആക്കണം. അതാണ് ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത്. ചെറുത് അത് ചെറുതാണ് ഇത് വലുതാണ് പപ്പ കൊടുക്കാൻ പോയത്. ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ നിങ്ങള് ഇതിങ്ങനെ വയ്ക്കും. ഇങ്ങനൊന്നല്ലടാ. ഇത് നല്ല തേന് കൊടുത്തു. തേനാണ് നെയ്യാണ്. ഇനി അടുത്ത് ഇപ്പൊ എല്ലാത്തിനും കഴിച്ചിട്ടാണ്. അത് മാത്രമല്ല ഇത് പറയിക്കും പറയാ ഇത് പറയിക്കും. അച്ചാർ കൊടുത്തില്ല. അച്ചാർ കൊടുത്തില്ല. അടുത്ത് കൊടുക്കാം. ഇവിടെ വെക്ക്. മേഗി എത്തിക്കണ മാഗി മതിട്ടോ. 30 ഉണ്ട് 60 ഉണ്ട്. 80. 30 മോയിന്റെ. കഴിച്ചാ ഇതിന് മുക്കി കൊടുക്ക്. ഇതിന് ഹോട്ടലിൽ വേണം തിന്നാല്. ഒക്കെ കളയണല്ല. ഈ സാധനം കൊടുക്ക്. തേൻ ഒഴിച്ചെടുത്തൊക്കെ. ഈ സാധനത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തൊക്കെ കുടിക്കട്ടി ഇരുന്നിട്ട് തിന്നോളൂ. കൊടുക്കായിട്ട് പറഞ്ഞതാ. ബ്രോ ഇത് തിന്നണോ? നന്നാച്ചി എന്തായാലും ബാക്കി ഞാൻ തിന്നട്ടെ. ഇതിലിത് മുക്കി ഇതുകൂടി കഴിഞ്ഞാൽ എന്റെ ഇഷ്ടമുള്ള ഇതങ്ങനെയല്ലേ. ഇതിനൊരു പാകം അവര് പറഞ്ഞത് ഇങ്ങനെ കഴിക്കാനാണ്. അതായത് ഇതിന്റെ തൊള്ളിൽ കൂടെ ഒന്നും പോകുന്നേ. തിന്നോണ്ട് ടേസ്റ്റ് ഉണ്ട് അത്ര. അതിൽ കുറച്ചുകൂടി നെയ്യ് കൂടി ഒഴിച്ചോ. നെയ്യൊക്കെ നല്ല മോയെ തിന്നണു. അണ്ണാച്ചിക്ക് ജനിച്ചതാന്ന് തോന്നുന്നത്. നെയ്യ് വയറ്റി പോയ അയാള് പറഞ്ഞത് തിന്ന 40 മുകളിലുള്ളവർക്ക് തിന്ന നല്ല ആരോഗ്യം വരും, ഏജ് കുറയും എന്നൊക്കെ പറഞ്ഞു. അത് മൊത്തം അത് തള്ളിവിടെ. അച്ചാർ തിന്നാല് കണ്ണിന്റെ കാഴ്ചശക്തിക്കാ എന്തൊക്കെ പറഞ്ഞു. അതിനുള്ള സാധനം ഇത് കേൾവിക്കാത്രേ. അല്ല കാര്യം പറയേ, ഇത് ഫുൾ മെഡിസിൻസ് അത്രേ. ഇത് തിന്നു
ഒന്ന് പറഞ്ഞു നിൽക്കിനെ കൊണ്ട് അല്ല ഇത് കേൾവിക്ക് ഇത് കണ്ണിന് ഇതെന്താ ഏജ് പറയാന് അതൊക്കെ പറഞ്ഞ് ഇതിലുണ്ട് വീഡിയോ വേണം ഞാൻ കട്ടിത്തരാം മതിയാ നമ്മളല്ല അതില്ലേ So okay, it's your thali mein. First you have to paste ghee and jaggery man. It's a sweet one. You have to paste it and eat with siddu and cornbread also. Okay, it's sweet, salty, and you have to paste it. And this is siddu with another flavor. You have to put paste ghee and eat with chutney. Okay, it's a local wild pickle and it's a green mustard vegetable, red rice with local beans and curry man. Okay, enjoy. Okay. Thank you. എന്തോ പറഞ്ഞു നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ പറഞ്ഞത് കാണാം കൂട്ടുമ്പത്തിനുണ്ടാ അപ്പാ സത്യം പറഞ്ഞ ഞങ്ങൾ തന്നെ കുറെ ഉണ്ടാക്കി മിക്സുകളാണ് തന്നത് ഇത് മെഡിസിൻ ഒരു തേങ്ങയില്ല പിന്നെ എന്താ മാത്രല്ല മറ്റേ ആൾക്കാർ തേനൊക്കെ ഒഴിച്ച് തന്നില്ലേ അങ്ങനെ തിന്നൂല ഇതില് മുക്കി തിന്നാൻ മാത്രമേ പറഞ്ഞു ഞങ്ങൾ ഇതിലൊക്കെ മിക്സ് ആക്കി മിക്സ് ചെയ്യാൻ പറഞ്ഞു തേനല്ല പൈസ കൊടുക്കണ്ട അതിനെ കൊണ്ട് ഫുള്ള് തീറ്റിപ്പിച്ച് എനിക്ക് വാങ്ങിക്കുകയും ചെയ്ത് 250 ആണ് ഇട്ടിട്ട് പോകാനും പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ മാഗി വന്നു ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാങ്ക് കയറുന്നു എത്തി പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് സംഭവം പറഞ്ഞത് എൻ്റെ സൈഡിലിരുന്ന ബാഗ് ഞാൻ ആ ഫുഡൊക്കെ കൊടുത്ത് വെച്ച് മറന്നു എടുക്കാൻ മറന്നു അപ്പോൾ നോക്കുമ്പോൾ അതിലാണ് എൻ്റെ മൈക്കും അതുപോലെ അലർജിക്കുള്ള മരുന്നും അതേപോലെ തന്നെ റൂമിൻ്റെ ചാവിയും അതായത് ഇവരോടിപ്പോൾ ലാസ്റ്റ് സംസാരിച്ച് സ്പെയർ കീ ഉണ്ട് പക്ഷേ സ്പെയർ കീൻ്റെ ഒപ്പം മറ്റേ കറണ്ട് വരുന്നൊരു സാധനം വെച്ചാൽ ലൈറ്റ് വർക്കാവുള്ളൂ ആ സാധനം ഇല്ലത്രേ തിരിച്ച് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ പോകാനും ഉണ്ട് പക്ഷെ അവിടെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ് ബാഗ് ഉണ്ടെന്ന് അത് താഴത്ത് കൊണ്ടുവരാൻ നിൽക്കഴിഞ്ഞാൽ മലയുടെ മേലായ കാരണം പറ്റില്ല അവിടെ ആരുമില്ല മാത്രമല്ല ഷോപ്പ് പൂട്ടുകയും ചെയ്തിരിക്കണം ഇനിയിപ്പോൾ അത് നാളെ പോയി എടുക്കാമെന്നാണ് പറഞ്ഞു അപ്പോൾ മേലേക്ക് എത്തിയാൽ കേൾക്കാം ഞാനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഉമ്മയാണ് നീക്കിയിട്ട് ദൂരെ വെച്ചത് അതുകൊണ്ട് ഞാനെടുക്കാൻ മറന്നു ഹോസ്പിറ്റൽ ഫുഡൊക്കെ വേണ്ടി പോവാണ് ഇവിടെ ഭയങ്കര തടവായിക്കണ് കിഴക്കിടൊക്കെ വെടി കൊണ്ട പോലെ കൈയൊക്കെ തണുത്ത് മരവിച്ചിട്ട് ഇതാണ് ഇന്നത്തെ ഡിന്നർ ചിക്കൻ കറി കോൺഫ്ലവറിൻ്റെ എന്തൊരു കറി ആലും അത്രേ കോൺഫ്ലവറും ഉരുളൻകിഴങ്ങും റൈസിൻ്റെ പായസം ഡെയിലി നൈറ്റ് സ്വീറ്റ്സ് ഇവിടെ ബുക്ക് ചെയ്ത് തോന്നുന്നുണ്ട്